ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നാഷണൽ ഹൈവേ 85 കുറച്ച് റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മൂന്നാർ വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു നാഷണൽ ഹൈവേ ആണ് NH85. അതിൽ മൂന്നാറിൽ നിന്ന് തമിഴ്നാട് ഭാഗത്തേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി. അതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു റോഡാണ് ഈ NH85 നിർമ്മാണം പൂർത്തിയായ ഭാഗം. എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള ഭാഗം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ കുറച്ച് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. മൂന്നാറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് പണി സറ്റുമ്പോൾ ഭയങ്കര രീതിയിലുള്ള പണിയാണ് നടക്കുന്നത്. ഈ റോഡും കൂടെ പണി പൂർത്തിയപ്പോൾ കിടക്കാച്ചിയാവും കേട്ടോ. ഓക്കെ, ഇപ്പം പണിയാണ് നടക്കുന്നത്. കൊച്ചി മൂന്നാർ നാഷണൽ ഹൈവേ 85. ഇത് നാഷണൽ ഹൈവേ 85 അപ്പം ഇതിൽ പണി എന്ന് പറയുന്നത് ഇതിപ്പം ആലുവ മൂന്നാർ നാഷണൽ ഹൈവേ 85 പ്രൊജക്റ്റ് എന്നാണ് അവിടെ ബോർഡ് തന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയർ ഇങ്ങനെ വലിയ മതിൽ കെട്ടിപ്പോക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇപ്പോഴേ നല്ല ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, കൊച്ചി മൂന്നാർ നാഷണൽ ഹൈവേ 85. നാഷണൽ ഹൈവേയുടെ പണിയാണ് കേട്ടോ. പണി പൂർത്തിയായിരിക്കും വേറെ ലെവൽ ആവും. 4 വരി പാതയല്ല കേട്ടോ, 2 വരി പാത കേട്ടോ. എത്ര വീതിയേ ഉള്ളൂ. ഈ മലയോര പ്രദേശത്ത് ഇത്ര തന്നെ കിട്ടിയാലും വളരെ നല്ലത്. അഹങ്കാരം പാടില്ല, നമുക്ക് കൂടുതലൊന്നും വരാൻ പാടില്ല. ഇത്രയൊക്കെ മതി. പക്ഷെ വലിയ രീതിയിലാണ് കേട്ടോ പണി അവർ നടക്കുന്നത്. അതോ എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്? ഒരുവിധമൊക്കെ റോഡ് നല്ലതാക്കിയിട്ടുണ്ട് കേട്ടോ. പനകരുത്ത്, ചെന്തുരുണി, ഇടുക്കി, തേക്കടി, കട്ടപ്പനയിലെ കൺസ്ട്രക്ഷൻ. അയ്യോ, ഇവിടെ നോക്കും എനിക്ക് പൊന്നട അടിപൊളി പണിയായിട്ട് നടക്കുന്നത്. ഇവിടെ എത്രത്തോളം വീതി കൂട്ടിയിട്ടാണ് ഇപ്പം റോഡ് എടുക്കുന്നുണ്ട്. എത്രത്തോളം വീതി ഇടത് സൈഡ് നല്ല രീതിയിൽ വീതിക്ക് എടുത്തിട്ടാണ് റോഡ് പണി നടക്കുന്നത്. ഈ റോഡ് പണി തുടങ്ങിയിട്ട് എത്ര ആളായെന്ന് അറിയാൻ വയ്യ. അല്ലായിരുന്നെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് പറയാം. ഇപ്പം പണി പലയിടത്തും നല്ല വേഗത്തിൽ നടക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എത്ര നാളായി പണി തുടങ്ങിയെന്ന് അറിയാൻ വയ്യ. കണ്ടിട്ട് അധികം നാളായിട്ടില്ല. ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നേര്യമംഗൽ ടൗൺ കഴിഞ്ഞിട്ട് പുതിയ പാലം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണിയൊക്കെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ പിയറിൻ്റെ വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പിയർ ഗ്യാപ്പിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വലിയ പാലമാണ് വരുന്നത്. ഇപ്പം നിലവിലുള്ള പാലം ഇങ്ങനത്തെയാണ് കേട്ടോ. ഈ ആർച്ച് ഷേപ്പിലുള്ള ചെറിയ ഇടുങ്ങിയ പാലമാണ്. ഒരു ബസ് 2 വണ്ടിയൊക്കെ പോകില്ല, അത്രത്തോളം ചെറിയ പാലമാണ്. പക്ഷേ ഇടത് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ ദ്രുതവേഗതയിൽ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് കേട്ടോ. അടിപൊളി. ഇടത് സൈഡ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടായിരിക്കും അങ്ങോട്ട് റോഡ് പണി നടക്കുന്നത്. ഈ ഭാഗത്തൊന്നും റോഡ് പണി, ഇവിടെയൊന്നും റോഡ് പണി കാണുന്നില്ലല്ലോ. ഫോറസ്റ്റ് ആയതുകൊണ്ടായി മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ഇവിടെ ഓടയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിമാലിയിലെത്തി. വീണ്ടും നമ്മൾ റോഡ് പണി മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ആ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ റോഡ് പണിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടില്ല. ആ വനവകുപ്പിൻ്റെയൊക്കെ അനുമതി വേണമായിരിക്കും. പക്ഷെ അവിടെ ചിലപ്പോൾ അത്ര വീതി അല്ല, അവിടെ വീതിയൊക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ വനമേഖല കഴിഞ്ഞ് ഈ അടിമാലി ടൗൺ ഏരിയയിൽ വീണ്ടും റോഡ് നല്ല രീതിയിൽ വീതി കൂട്ടുന്ന പരിപാടിയാണ്. ഇപ്പുറം കുന്നാണ്, അവിടെയും ഇങ്ങനെ കോൺക്രീറ്റ് വാളുണ്ട്. ഇപ്പുറം താഴ്ചയാണ്, അവിടെ ഇതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം വീതിയിലാണ് വരുന്നത്. അപ്പോൾ തന്നെ 2 സൈഡും വീതി കൂട്ടിയ ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി ടാറിങ് വരുന്നതായിരിക്കും. പിന്നെ അടിപൊളിയാവും, വരയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയാവും. ഓടയുടെ നിർമ്മാണമൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ
ടാറിംഗ് ആണ് ഇവിടെ പൂർത്തിയാവേണ്ടത്. പിന്നെ ഇത് മലയോര പ്രദേശമായതിനെ കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കുന്നും ഒരു ഭാഗത്ത് വലിയ താഴ്ചയുള്ള പ്രദേശമാണ്. അവിടെ അപ്പം പ്രധാന പണി ഇതാണ് കേട്ടോ, ഈ കുന്നിടിഞ്ഞ് വീഴാതിരിക്കാനുള്ള കോൺക്രീറ്റ് വർക്കും അതേപോലെ റോഡ് ഇടിഞ്ഞ് പോകാതിരിക്കാനുള്ള റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് പാലം. അതും ഈ 2 പണിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. റൈറ്റ് സൈഡിലായി ഈ റോഡ് ഇടിഞ്ഞ് പോകാതിരിക്കാനുള്ള പണിയാണ് വലിയ പണി. പിന്നെ റോഡ് വീതിയും കൂടും, അപ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്തുകയും വേണം. അപ്പോൾ ഈ റോഡിൻ്റെ നല്ലൊരു ശതമാനവും ഇങ്ങനെ പണിയുണ്ട് കേട്ടോ. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല വേഗത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വീതിയാണ് കേട്ടോ അവിടെ വരുന്നത്. പലയിടത്തും വീതി എല്ലാം റോഡൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. വീതിക്കുള്ള റോഡൊക്കെ ഇടിച്ച് മാറ്റി കുന്നൊക്കെ ഇടിച്ച് പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരുമ്പുപാലം കഴിഞ്ഞ് 14-ാം മൈലിലാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു 14-ാം മൈലാണ്. ഇവിടെയും കണ്ട റോഡ് പണി വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ റോഡ് പണി പൂർത്തീകരിക്കുമ്പോൾ പൊന്നാളെയാണ് അടിപൊളി ലെവലിലുള്ള റോഡായി മാറി കേട്ടോ. ഫാത്തിമ ഫാത്തിമ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണി. ഇപ്പോൾ പറഞ്ഞ പോലെ 2 ഭാഗത്തും അങ്ങനെ എടുത്തത്. ഈ വളവിലൊക്കെ ഇത്രയും വീതി വരും. അടിപൊളി കേട്ടോ. ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ട് കെട്ടി ബലപ്പെടുത്തുന്ന. വലിയ കുന്നൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണായി. ഇത്രയും കെട്ടിപ്പൊക്കിയാൽ പോരല്ല. ഇത് ഇനി ഇടിഞ്ഞ് വീഴാൻ സാധ്യതയില്ല ഇല്ലേ? അങ്ങനത്തെ രീതിയിലേക്ക് ഇടിക്കുന്നു. ഇതൊക്കെ ഇനി ഇടിച്ച് ഇതൊക്കെ കുറച്ച് പണി ബാക്കിയാണ് കേട്ടോ. ഇതൊക്കെ ഇടിച്ച് താക്കാൻ. ഈ സ്ഥലപ്പേരെന്ന് പറയുന്നത് മച്ചിപ്ലാവ് തന്നെ. ഇവിടെ പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ സ്ഥാപിച്ച് സൈഡിലോട്ട് മാറി ചാർജ് ചെയ്യാൻ. ഈ റോഡ് പൂർത്തിയാക്കിയപ്പോൾ ഈ മലയ്ക്ക് താഴ്ഭാഗത്തുകൂടി വരയിട്ട മനോഹരമായ റോഡ്. ഡ്രോൺ വീഡിയോ പൊളിക്കുന്നൊരു വീഡിയോ ആയിരിക്കും. പൊളി വീഡിയോ ആയിരിക്കും അല്ലേ? ഇവിടെയൊക്കെ പണികളൊക്കെയാണ്. ഒക്കെ ഇങ്ങനെ റോഡിൻ്റെ വീതി കൂട്ടി ഓടയുടെ നിർമ്മാണം നടത്തി. ഈ ഭാഗത്ത് ഏറ്റെടുക്കുന്നില്ലെന്ന് തോന്നല്ലേ? ഇവിടെ വീതി കുറയുമല്ലോ. ഈ ബാക്കി കാണുമായിരിക്കും. ഇവിടെ ഇതുവഴി ഇനി വീതി എടുക്കാനുണ്ട് കേട്ടോ. കുറേ മതിൽ പൊളിക്കാനുണ്ട്. പൊളിക്കാത്തനെ കൊണ്ടാണ്. ബാക്കി പൊളിച്ച സ്ഥലത്തൊക്കെ ഇതേപോലെ ഒരു പണി നടക്കുന്നുണ്ട്. ഒരു വണ്ടി മുമ്പ് കയറിയിട്ട് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഇതാണെങ്കിൽ ഒരു വടവണ്ടാര വണ്ടി. ഇതപ്പോൾ ശരിയാ. നമ്മളെ വണ്ടിയാണെങ്കിൽ അതേ വണ്ടി വയസ്സായ വണ്ടിക്ക് നല്ല ലിമിറ്റ് അതാണ്. ഒരു വണ്ടി വരുന്നില്ല. ഈ ഒരു സിറ്റ് വരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ പണി നടക്കുന്നുണ്ട് നല്ല വമ്പൻ രീതിയിൽ. ഇവിടെയൊക്കെ നീ ഇത് അരിഞ്ഞിറക്കണമായിരിക്കും. കേട്ടോ ഉണ്ട് അതൊക്കെ അരിഞ്ഞിറക്കണം. പണി ഇങ്ങനെ നടക്കണം. എത്ര കിലോമീറ്റർ ഉണ്ട്? 85 100 കിലോമീറ്റർ.
കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണ് ഗൈസ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പണി പൂർത്തിയായിരിക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ കാഴ്ച എന്തുമായിരിക്കും അല്ലേ. ആ വരയിട്ട റോഡ്, ഈ മലനിരകൾ കൂടി ഒരു ഡ്രോൺ വീഡിയോ നോക്കിയേ. വാ, ഒപ്പം തന്നെ എന്നാ ബ്യൂട്ടിയാ.